സൗദി ഭരണകൂടം നടപ്പാക്കുന്ന വിഷൻ 2030 മുസ്ലിങ്ങൾക്ക് കല്ലുകടിയാവുകയാണ്. ഇസ്ലാമിക വിശ്വാസികൾ ഏറെ വിശുദ്ധമായി കാണുന്ന മസ്ജിദുൽ ഹറമിലെ കഅബയുടെ മാതൃകയിൽ സ്റ്റേജ് ഒരുക്കി ഫാഷൻ ഷോ നടത്തിയത് ഇപ്പോൾ വിവാദമായി. സൗദി അറേബ്യയിലെ റിയാദിലാണ് വിവാദമായ ഫാഷൻ ഷോ നടന്നിരിക്കുന്നത്. റിയാദ് ഫാഷൻ വീക്കിനായി ഒരുക്കിയ സ്റ്റേജാണ് കഅബയുടെ മാതൃകയിൽ ഉണ്ടാക്കിയത്. കണ്ണാടി പ്രതിബിംബമായ തരത്തിലാണ് കഅബ മാതൃക സ്റ്റേജിൽ ഒരുക്കിയത്. ഇതിനു ചുറ്റും വിവിധ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലുകൾ നടന്ന ദൃശ്യങ്ങൾ എക്സിൽ വൈറലായി. മാതൃകയ്ക്ക് ചുറ്റും നിന്ന് അർദ്ധനഗ്നരായാണ് വിശ്വപ്രസിദ്ധ ആർട്ടിസ്റ്റുകൾ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചത് എന്നതാണ് വിവാദമായ മറ്റൊരു വിഷയം. ജെന്നിഫർ ലോപ്പസ്, കാമില കാബല്ലോ, സെലിൻ ഡിയോൺ എന്നിവരുടെ പരിപാടികളാണ് നടന്നത്. പരിപാടി ഇസ്ലാമിക വിശ്വാസത്തോടുള്ള കടുത്ത അവഹേളനമാണ് എന്നും വിഷൻ 2030 എന്ന സൗദിയുടെ പരിഷ്കരണ പരിപാടിക്ക് നിരക്കുന്നതല്ല എന്നാണ് വിമർശകർ പറയുന്നത്. അറബ് വംശജരെ നിങ്ങൾ എല്ലാ പരിധികളും കടന്നിരിക്കുന്നു. റിയാദ് ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേളയിൽ വെറും വിനോദത്തിന് വിശുദ്ധ കഅബ പോലെ മാതൃകയിൽ സ്റ്റേജ് സൃഷ്ടിച്ച് സ്ത്രീകളെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു. ഇത് അസ്വീകാര്യമാണ് എന്ന് ചിലർ വിമർശിക്കുന്നു. വൈവിധ്യമാർന്ന സമൂഹവും ശക്തമായ സാമ്പത്തിക അവസ്ഥയും ലക്ഷ്യമിട്ട് സൗദി ഭരണകൂടം നടപ്പിലാക്കുന്ന പരിപാടിയാണ് വിഷൻ 2030. പരിഷ്കാരങ്ങൾ ആഗോള ശ്രദ്ധ നേടുമെങ്കിലും ഇത് ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കുന്നു എന്നാണ് വിമർശകരുടെ വാദം. മദ്യപാനം, വിൽപ്പന, വാങ്ങൽ എന്നിവ കർശനമായി വിലക്കിയിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ രാജ്യത്തെ ആദ്യ മദ്യശാല റിയാദിൽ തുടങ്ങുമെന്ന് മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു. രാജ്യത്തെ മതമൂല്യങ്ങളെ പരിഷ്കാരങ്ങൾ ബാധിക്കരുത് എന്നാണ് വിമർശകർ ആവശ്യപ്പെടുന്നത്. അതിനിടെയാണ് കഅബ മാതൃക തീർത്ത് ഫാഷൻ ഷോ നടന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ലോക മുസ്ലിങ്ങളെ സൗദി അറേബ്യയുടെ നായകനായ മുഹമ്മദ് ബിൻ സൽമാൻ പലതവണ അമ്പരപ്പിച്ചിട്ടുണ്ട്. അറേബ്യയിൽ നിന്നും ഈ അടുത്ത കാലങ്ങളിൽ വന്ന പല തീരുമാനങ്ങളും അത് കേട്ടവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. സൗദി അറേബ്യയിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള തീരുമാനങ്ങൾ. ഒന്നാമതേ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നാണ് ബാങ്കുവിളി എന്നത് നമുക്കറിയാം. അവിടെ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്നതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ ഒരു നിർദ്ദേശം. അതിനുശേഷം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒപ്പം എല്ലാ ഭാരതീയർക്ക് അഭിമാനമൊക്കെ വന്ന ഒരു സംഭവമുണ്ട്. ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കണം. അതിനായി ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു പരിഷ്കാരം സൗദി നടപ്പാക്കി. വളരെ ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം. പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളുകളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ, കുരങ്ങുകൾ എന്നൊക്കെ പരാമർശിക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു അത്രേ. ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം. ആയപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി, സൗദി അറേബ്യ എന്ന തീവ്ര ഇസ്ലാം രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവാദമാക്കി മാറ്റിയ രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് യുവരാജകുമാരനായിരുന്നു. പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കെൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ അദ്ദേഹം ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് എന്ന പ്രവാസികളുടെ പ്രിയങ്കരനായ രാജകുമാരൻ. അദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചപ്പാടിലാണ് ഈ വിഷൻ 2030 എന്ന ഒരു സംഭവം ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഫാഷൻ ഷോ വന്നു? ഫാഷൻ ഷോ എന്ന് പറയുന്നതൊക്കെ സൗദി അറേബ്യ പോലുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരിക്കലും ആലോചിക്കാൻ കൂടി കഴിയുന്ന കാര്യം ആയിരുന്നില്ല. പക്ഷെ അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ വിഷൻ 2030 ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ സൗദി അറേബ്യയിൽ വന്നതായിരുന്നു. അതിനെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട്, അതിനെതിരെ ശബ്ദമുയർത്തിയവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് പരിപാടികൾ നടത്തിയത് വളരെയധികം മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ലോകമെമ്പാടും ഉള്ളവർ വിമർശനാത്മകമായി ഇപ്പോൾ ഉയർത്തുന്നത്. എന്തൊക്കെയായാലും സൗദി അറേബ്യ പോലെയുള്ള തീവ്ര മുസ്ലിം രാജ്യങ്ങളിൽ ഇത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരികയും ആ മാറ്റങ്ങൾ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചില മതവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു എന്ന അഭിപ്രായം ശക്തമാവുകയാണ്. രാജാവിൻ്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവായിരുന്നു മകൻ മുഹമ്മദ് ബിൻ സൽമാൻ. മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി വിഷൻ 2030 എന്ന ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 ആകുമ്പോഴേക്ക് എണ്ണ വരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് വിഷൻ 2030. സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുത്താനും സൗജന്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുമുള്ള നീക്കത്തിനൊപ്പം തന്നെ സൗദി പിന്തുടരുന്ന മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ വിനോദസഞ്ചാര വികസന പദ്ധതികളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു വിമർശനം ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് നേരെ വന്നതുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും സൗദി അറേബ്യയോട് അവരുടെ നിലപാടുകൾ കടുപ്പിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വികസനങ്ങളൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ വികസനം മറ്റൊരാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാവരുത് എന്ന ഒരു ആക്ഷേപം ഇനിയിപ്പോൾ സൽമാൻ രാജകുമാരൻ്റെ നേർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.